അമേരിക്ക H-1B വിസകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള H-1B വിസകളുടെ എണ്ണം പൂർത്തിയായതായി അമേരിക്ക അറിയിച്ചു. മതിയായ അപേക്ഷകൾ ലഭിച്ചതിനെ തുടർന്ന് 2 ക്വാർട്ടറുകളും പൂർത്തിയായെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് 2025 ജൂലൈ 18 അറിയിക്കുകയായിരുന്നു. ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ളവർക്കുള്ള 65,000 സാധാരണ H-1B വിസകളും US മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അതിൽ കൂടുതലോ ഉള്ളവർക്കുള്ള 20,000 അധിക വിസകളും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് 2026 ഒക്ടോബർ 1 മുൻപ് ആരംഭിക്കുന്ന ജോലികൾക്ക് വാർഷിക പരിധിയിലുള്ള പുതിയ H-1B അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല. എന്താണ് H-1B ക്യാപ് എക്സംപ്റ്റ് പെറ്റീഷനുകൾ എന്ന് നോക്കാം. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചെങ്കിലും ചില പ്രത്യേക വിഭാഗത്തിലുള്ള H-1B അപേക്ഷകൾ USCIS തുടർന്നും സ്വീകരിക്കും. ഈ അപേക്ഷകൾക്ക് 85,000 എന്ന വാർഷിക പരിധി ബാധകമല്ല. നിലവിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ നീട്ടാനുള്ള അപേക്ഷ നൽകാം. ഇപ്പോഴുള്ള തൊഴിലുടമകളുടെ കീഴിൽ കൂടുതൽ കാലം ജോലി ചെയ്യാനായി വിസ നീട്ടാൻ സാധിക്കും. H-1B വിസയിൽ തന്നെ പുതിയ തൊഴിലുടമയിലേക്ക് മാറാനും സാധിക്കും. ഇപ്പോഴത്തെ ജോലിയിൽ ശമ്പളത്തിലോ സ്ഥലത്തിലോ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഒരേ സമയം ഒന്നിൽ കൂടുതൽ തൊഴിലുടമകൾക്ക് കീഴിൽ H-1B വിസയിൽ ജോലി ചെയ്യാനും സാധിക്കും. ചില പ്രത്യേക സ്ഥാപനങ്ങൾക്ക് H-1B വിസയിൽ ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കും. അവർക്ക് സാധാരണഗതിയിലുള്ള നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടതില്ല. സർവകലാശാലകളും കോളേജുകളും, ലാഭേച്ഛയില്ലാത്ത ഗവേഷണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും H-1B വിസയിൽ ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിലാണ് ഈ വർഷത്തെ സെലക്ഷൻ നടന്നത്. ആകെ 3,43,981 അപേക്ഷകളാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം 4,70,342 ആയിരുന്നു. 3,36,153 ആളുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത്. നറുക്കെടുപ്പിൽ 1,18,660 ആളുകളെ തിരഞ്ഞെടുത്തു. 35.3% ഈ വർഷത്തെ സെലക്ഷൻ നിരക്ക്. കഴിഞ്ഞ വർഷം ഇത് 29%. USCISന്റെ പുതിയ ഗുണഭോക്തൃ വികേന്ദ്രിക സെലക്ഷൻ രീതിയും വ്യാജ അപേക്ഷകൾക്കെതിരെയുള്ള ശക്തമായ നടപടികളുമാണ് അപേക്ഷകരുടെ എണ്ണം കുറയാൻ കാരണം. H-1B വിസയിൽ ഇതിനോടകം അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴത്തെ തൊഴിലുടമയുടെ കീഴിൽ വിസ പുതുക്കാൻ സാധിക്കും. പുതിയ തൊഴിലുടമയിലേക്ക് മാറാൻ സാധിക്കും. ജോലിയോ സ്ഥലത്തോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പുതിയ തൊഴിലുടമ അപേക്ഷിച്ചാൽ ഉടൻ തന്നെ ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കും. പുതിയ വിദേശ തൊഴിലാളികൾക്ക് 2026 ഒക്ടോബർ 1 മുൻപ് H-1B വിസയിൽ പുതിയതായി ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള നറുക്കെടുപ്പിനായി 2026 മാർച്ചിൽ രജിസ്റ്റർ ചെയ്യണം. യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് ക്യാപ് എക്സപ്റ്റ് സ്ഥാപനത്തേക്ക് അപേക്ഷിക്കാം. തൊഴിലുടമകൾക്ക് അടുത്ത വർഷത്തെ നറുക്കെടുപ്പ് വരെ പുതിയ H-1B ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ല. മറ്റ് കമ്പനികളിൽ നിന്നുള്ള H-1B വിസയിലുള്ള ജീവനക്കാരെ വേണമെങ്കിൽ നിയമിക്കാം. O1, L1, TN അല്ലെങ്കിൽ E2 പോലുള്ള മറ്റ് വിസകളെക്കുറിച്ച് പരിഗണിക്കാവുന്നതുമാണ്. 2027 H-1B സീസണിലായുള്ള രജിസ്ട്രേഷൻ 2026 മാർച്ചിൽ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഓരോ വർഷവും 85,000 പുതിയ വിസകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് അപേക്ഷകർ വരുന്നത് അമേരിക്കയിലെ വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യകതയാണ് കാണിക്കുന്നതെന്നാണ് USCIS ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അടുത്ത H-1B നറുക്കെടുപ്പ് 2026 മാർച്ചിൽ നടക്കും. 2026 ഒക്ടോബർ 1 മുതൽ ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവർക്ക് അപേക്ഷിക്കാം. H-1B വിസയ്ക്ക് ശ്രമിക്കുന്നവർ മുൻകൂട്ടി രേഖകളെല്ലാം ശരിയാക്കി വെക്കുന്നത് നന്നായിരിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.